ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഷവർമ ബ്രെഡ് പോക്കറ്റ്സ് ആണ്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 300 ഗ്രാം ചിക്കൻ വേവിച്ചെടുത്തത്, ക്യാപ്സിക്കം, മയണൈസ്, റെഡ് ചില്ലി സോസ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ബ്രെഡ് സ്ലൈസസ്, ബ്രെഡ് ക്രംസ്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് ചിക്കൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ബ്രെഡ് സൈഡ് കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞു കൊടുക്കാം. കണ്ടോ? ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ ഇട്ടൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം കവർ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കട്ടിയുള്ള ബ്രെഡ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നോർമൽ ബ്രെഡാണ്. ഇതിന് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ 1 വെച്ച് ചെയ്താൽ മതിയാവും. ഞാനിവിടെ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.